അമരക്കുനിയിലേക്ക് തന്നെ പോവാം നമുക്ക്. സുർജിത്ത്, അപ്പോൾ ഇന്ന് എന്തായാലും കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലേ? തീർച്ചയായും സ്മിത, ഇന്ന് മയക്കുവെടി വെച്ച് കൂടാനുള്ള ആ ഒരു ദൗത്യം ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ തന്നെ രാവിലെ മുതൽ തന്നെ തുടങ്ങിയതാണ് ആ ദൗത്യം. പക്ഷേ അത് വേണ്ടത്ര വിജയം കണ്ടില്ല. കാരണം ഇന്നലെ കടുവയുടെ സാന്നിധ്യം ഇവിടെയുള്ള ഒരു പറമ്പിൽ, അതായത് തൊട്ടപ്പുറത്ത് ഈ അമരക്കുനി ജംഗ്ഷനിൽ തന്നെ ഒരു ഒഴിഞ്ഞ പറമ്പുണ്ട്, അവിടെ കാഷ്ടം ഉൾപ്പെടെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയും ഒരു കൂട് സ്ഥാപിച്ചതാണ്. ഇങ്ങനൊരു കാറ്റൽ ലിഫ്റ്റിംഗ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു വനംവകുപ്പിന്. അത് കാരണം വലിയ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം വനംവകുപ്പ് ഇന്നലെ തന്നെ നൽകിയതുമാണ്. ആളുകളെ സംബന്ധിച്ച് ആശങ്കയേറുന്ന ഒരു പശ്ചാത്തലം കൂടിയാണുള്ളത് അല്ലേ? അതെ അതെ അതെ. ഇപ്പോൾ പുതിയ സ്ഥലത്തേക്ക് കടുവ മാറിയിരിക്കുകയാണ്. വനംവകുപ്പിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് അടിയന്തരമായി കടുവയെ പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ജനങ്ങളാകെ ആശങ്കയിലാണ്. ഈ ആശങ്ക മാറ്റാനുള്ള ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവണം. ഇന്ന് കൂടിനകത്ത് കടുവ കയറാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ മയക്കുവെടി ഉൾപ്പെടെ വെച്ച് പിടികൂടാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളത്. ആളുകളൊക്കെ പുറത്തിറങ്ങാൻ വലിയ ഭയം കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ ഭയങ്കര ഭയമാണ്. ഇപ്പോൾ രാവിലെ ഇന്ന് രാത്രിയാണ് ചേച്ചി എന്നെ വിളിക്കുന്നത്, ആടിനെ പിടിച്ചെന്ന് പറഞ്ഞ്. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകെ കൂടിയാണ് ഇതിനെ വലിച്ചുകൊണ്ട് പോയത്, ആടിനെ വലിച്ചുകൊണ്ട് പോയത്. എന്തായാലും വലിയ ആശങ്കയുണ്ട്. നമുക്ക് ആ സ്ഥലം ഒന്നും കൂടി കാണാം. അതായത് കടുവ ഈ വീടിന്റെ ഓരത്തുകൂടി എത്തുകയായിരുന്നു. പിന്നീട് ശബ്ദം കേട്ട് ഈ കേശവനും ഒപ്പം തന്നെ ഭാര്യയും പുറത്തിറങ്ങി. ആ പുറത്തിറങ്ങിയ ശേഷം വരുമ്പോൾ കാണുന്ന കാഴ്ച ആടിനെ വലിച്ചു കൊണ്ടുപോകുന്നതാണ്. ഇതിനിടയിൽ ഇങ്ങനെ വലിച്ച് കൊണ്ടുപോയി ഈ കാട്ടുംകൂട് തകർത്ത് അതിന്റെ പിറകിലേക്കാണ് കൊണ്ടുപോകുന്നത്. പിറകിലേക്ക് കൊണ്ടുപോയി ഏതാണ്ട് മീറ്ററുകൾ മാത്രം അപ്പുറത്താണ് ഈ ആടിന്റെ ജഡം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. അങ്ങനെ കണ്ടെത്തിയപ്പോൾ അത് അവിടെ ഒരു കൂടുകൂടി ഇപ്പോൾ നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കടുവ വീണ്ടും എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ്. മാത്രമല്ല തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെ രാത്രിയിലും തെരച്ചിൽ നടത്തിയതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. മാനന്തവാടിൽ നിന്നുള്ള പ്രത്യേക RRT സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ സന്നാഹത്തോടു കൂടിയുള്ള നടപടി വനംവകുപ്പ് നടത്തുന്നുണ്ട്. മാത്രമല്ല ഡോക്ടർ അരുൺ സക്രിയ മാത്രമല്ല ഇവിടെ DFO നേരിട്ടെത്തി, DFOയുടെ നേതൃത്വത്തിൽ അജിത് കെ രാമന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചെതലത്ത് റേഞ്ച് ഓഫീസറായിട്ടുള്ള രാജീവും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. പക്ഷേ കടുവയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും അത് കൂട്ടിൽ കയറുന്നില്ല. ഇത് കൂടിന് സമീപത്ത് വരെ എത്തി എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. കൂടിന് സമീപത്ത് എത്തിയെങ്കിലും അതിൽ കൂട്ടിൽ കയറിയില്ല എന്നുള്ളതാണ്. ക്യാമറ ട്രാപ്പിൽ അടക്കം ഈ കടുവയുടെ ദൃശ്യങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. ലൈവ് ക്യാമറ സ്ട്രീമിംഗിലും ഇതിന്റെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നു. എന്തായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലമാണുള്ളത്. കാരണം ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. അല്ല, കടുവ ഇതിലെ കൂടെ വന്നേന്ന് പറയാറുണ്ട്. ഈ സൈഡിൽ കൂടെ വന്നു, ഇതിലെ കൂടെ എടുത്ത് ചാടിയത്. പാടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒക്കെ മാഞ്ഞു പോയി. എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കുമല്ലായിരുന്നു. അന്നേരം എടുത്ത് ചാടി, ഒച്ച കേട്ട്. അന്നേരം ഞാൻ പറഞ്ഞ് കടുവയാന്ന് പറഞ്ഞു. വന്ന് നോക്കുമ്പോൾ അതിനെയും വലിച്ചുകൊണ്ട് പോയി. കുഞ്ഞുങ്ങളെ രണ്ടേയും കാണാനും ഇല്ല. 4 ആടുണ്ടായിരുന്നു. തള്ളേനെ നല്ല കറവയുള്ള ആടായിരുന്നു. കറന്നുകൊണ്ടിരിക്കണം ഞങ്ങൾ രാവിലെ. അങ്ങനെ ആ ചേച്ചി പാവ ആടിനെ കടുവ കൊന്നത്, അതിനെക്കുറിച്ച് വളരെ സങ്കടത്തോടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇന്നിപ്പോൾ ഒരു പരിഹാരം ആകട്ടെ.